മഞ്ജു നിക്കവിടെ. എന്താ നിന്റെ പ്രശ്നം? പ്രശ്നോ? എന്ത് പ്രശ്നം? നിന്റെ വേഷം കിട്ടൊന്നും ഞങ്ങളുടെ അടുത്ത് വേണ്ട. ആ കോളനിയിലെ പൊറുതി തുടങ്ങിയ പിന്നെ നീ ആളാകെ മാറി. ഒരഴിഞ്ഞാട്ടക്കാരികളുടെ കൂട്ട് കിട്ടിയ പിന്നെ നിനക്ക് കുടുംബവും വേണ്ട, ഭർത്താവും വേണ്ട, അല്ലേ? അച്ഛൻ ഞാൻ വേണ്ട, ഗോവിന്ദൻകുട്ടിയെല്ലാം പറഞ്ഞു. ഓഹോ, ഇതാ അച്ഛന്റെ കുഴപ്പം. സ്വന്തം മകളെ വിശ്വാസം ഇല്ല. എവിടുന്നോ കേറി വന്ന ഒരാൾ. അയലത്തെ പെണ്ണുങ്ങള് ഒളിച്ചും പാത്തും നോക്കുക നിന്റെ താലി പൊട്ടിയോന്നറിയാൻ. പെൺകുട്ടികളെ അതിരുവിട്ട് കൊഞ്ചിക്കാൻ പാടില്ല. എന്ത് കോപ്രായം കാട്ടിയാലും അച്ഛൻ താങ്ങിക്കൊള്ളുന്ന ഒരു അഹങ്കാരം ഉണ്ടാവും. കെട്ട് കഴിഞ്ഞ പെണ്ണിന്റെ വീട് ഭർത്താവിന്റെ വീടാ. അമ്മേ വേണ്ട, എപ്പോഴാ മടക്കം? ഇവിടത്തെ പൊറുതി മതി. എവിടേക്കാ? നിന്റെ പോരൊക്കെ പടിക്ക് പുറത്ത്. ഇറങ്ങിറങ്ങ. കാർന്നോരെ കൈമാറ്റ്. നിങ്ങളെ കാണാനല്ല ഞാൻ വന്നത്, മഞ്ജുവിനെ കാണാനാ. കേട്ടോ? അവളെ കണ്ടിടത്തോളം മതി. അടങ്ങി ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന ഒരു പെൺകൊച്ചിന്റെ തലയില് ആവശ്യമില്ലാത്തതെല്ലാം കൂടെ കുത്തി കേറ്റി നീയൊക്കെ കൂടി ഒരു കുടുംബം കുട്ടിച്ചോറാക്കിയില്ലേ? മേലാലിയും വീടിന്റെ മുറ്റത്ത് കൊണ്ടുപോരുത്. കിളവാ, എന്നോട് താൻ സൂക്ഷിച്ച് സംസാരിക്കണം. ഞാൻ ആരാണെന്ന് തനിക്കറിയോ? ലോക്കൽ SIയുടെ ഭാര്യയാണ് ഞാൻ. നീ അയാളുടെ ഭാര്യയോ അതോ അയാൾ നിന്റെ ഭാര്യയോ? എന്റെ കാലിൽ ചെരുപ്പ് ഊരിപ്പിക്കില്ല താൻ. എന്തിനടി ചെരുപ്പ് മാത്രം ഊരുന്നത്? മൊത്തത്തിലങ്ങ് ഊരടി. അതാണല്ലോ നിന്റെ പാരമ്പര്യം. സ്ത്രീ സമത്വം എന്നും പറഞ്ഞ് രാവിലെ ഒരുങ്ങി കെട്ടി അങ്ങ് വന്നോളും. കുടുംബം കലക്കാൻ കൈത്തരിപ്പുള്ള ആണുങ്ങളെ കാണാഞ്ഞിട്ടാ ആട്ടിച്ചു നിന്നെ ഞാൻ. എന്താ തനിക്കെന്നെ തല്ലണോടോ? നിന്നെ തല്ലിയാൽ എന്റെ കൈ നാറും. ഒരിക്കലും ഈ മുറ്റത്ത് നിന്ന് ഗോവിന്ദൻകുട്ടി ഓടിച്ചതാ നിന്നെ. വീണ്ടും അന്തസ്സില്ലാതെ എഴുതി കയറി വന്നിരിക്കുന്നു. ഇറങ്ങടി വെളിയിൽ. നിന്റെ വെൺമണി കവിതകളൊക്കെ തമ്പീരെടുത്ത് കാണിച്ചാ മതി. വീട്ടിൽ പോയി പിയേൾ സോപ്പെടുത്ത് നല്ലവണ്ണം പതച്ചു പുരട്ടി നിന്റെ നാറ്റങ്ങളാ. ചേച്ചി, ചേച്ചി, ചേച്ചി. എന്നാൽ എന്റെ കേശവ മാഷെ, നിങ്ങൾ ആ പട്ടിയുടെ പേരും പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ പറ്റിക്കാൻ പാടില്ലായിരുന്നു. എന്തൊരു മര്യാദക്കാരനാണ് ആ പട്ടി. ഞങ്ങൾ ഇങ്ങോട്ട് കയറി വരുമ്പോ തല പൊക്കി നോക്കുപോലെ ചെയ്തില്ല. അതിനല്ലേടോ ഇവൻ നമ്മളെക്കാളും വലിയ കീടമാ അവൻ. ഒരു കോട്ടടകത്ത് ചെന്ന പിന്നെ കൃത്യം 8 മണിക്കൂർ കാൽ പോലായി കിടന്നുറങ്ങും. ബീവറേജ് കോർപ്പറേഷന് സമ്പൂർണ്ണ മദ്യനിരോധനം വന്നാ പിന്നെ എന്റെ കാര്യം നിങ്ങൾ മറന്നേക്ക്. അതുകൊട്ടെ ഇതെന്തിനീ ടൈം പീസ്? കൃത്യസമയത്ത് കൊടുത്തോളണം. 5 മിനിറ്റ് തെറ്റിയ അപ്പ തല വെക്കും. പിന്നെ പിടിച്ചാ കിട്ടില്ല. അല്ല മാഷെ, നിങ്ങളെ ഭാര്യങ്ങാൻ ഇപ്പൊ ഇങ്ങോട്ട് കേറി വരുമോ? അവളുടെ അമ്മയ്ക്ക് നല്ല സുഖമില്ല. നാളെ രാവിലെ എത്തൂ. ആണോ? എന്നാ പിന്നെ അമ്മക്ക് അടിച്ചങ്ങോട്ട് പൊളിക്ക അല്ലേ? പിന്നെ ആ തമ്പിയും സേവിയറും ഇല്ലാണ്ട് പോയല്ലോ. ഇന്നലെ കൂടി സാറിന്റെ വീട്ടില് 2 പോലീസുകാർ വന്നിട്ട് പോകുന്നത് കണ്ടല്ലോ. വനിതാ കമ്മീഷനാ. ഇപ്പത് ശീലായി. എന്റെ കുട്ടി സാറേ, ഈ ഒടിഞ്ഞ വക്കീലിന്റെ വാക്കും കേട്ടോണ്ടിരുന്ന നിങ്ങളുടെ ജീവിതം കുട്ടിച്ചോറാകും. തൽക്കാലം ഒരു കോംപ്രമൈസ് ആയിരിക്കും ബുദ്ധി. 2 ചക്കര വർത്താനം പറഞ്ഞ് ആ വെള്ളച്ചില് പെണ്ണിന്റെ കൂടെ നിർത്തുക. കേസ് പിൻവലിച്ച ആ സെക്കൻഡ് പണി കൊടുക്കാം. ഓ ഇപ്പൊ അങ്ങനെയായില്ലേ? എന്നാ പിന്നെ നിങ്ങളെ പാടാ എന്താ ചെയ്തു? എനിക്ക് വയ്ക്കില്ലേ പണങ്ങ. അവൻ ഇത് കൊടുക്കാൻ സമയായി. അല്ല മാഷെ, ഞാനിത് കൊടുത്തോട്ടെ. എന്തായാലും കുട്ടിക്ക് പാൽ കൊടുക്കാനുള്ള യോഗം യശോദയ്ക്ക് തന്നില്ല. ഒരു പട്ടിക്കെങ്കിലും കൊടുക്കാലോ. അവിടെ നിൽക്ക്. ഗ്ലാസിന്റെ മുകളിലേക്കൊന്നും വിടല്ലേ, അവളെന്നെ. ദീപക് മോനെ വാടാ, അച്ഛൻ പാല് തരാം. പല പല സ്വഭാവമാണ് ആ പെണ്ണിന്. കസ്റ്റമേഴ്സിന്റെ മുമ്പിൽ വെച്ച് വല്ല പോരും കാണിച്ചാ എന്റെ കൺട്രോൾ കിട്ടും. ബാങ്കിൽ വെച്ചിട്ട് വേണ്ട, പിന്നെ അവളെ ഫോണ് വിളിച്ചിട്ട് വീട്ടിൽ പോയി കാണും. ഇത്തിരി താണു കൊടുത്താലും കുഴപ്പമില്ല. പ്രാക്ടിക്കൽ. അവൻ എഴുന്നേറ്റോ? എന്റെ ഈശ്വര, ചതിച്ചല്ലോ.
മാഷേ പട്ടിയുടെ മദ്യം വക്കീൽ കുടിച്ചു. കിടക്കണ കിടപ്പ് ഞാൻ ഇനി എങ്ങനെ പുറത്താണ്? വക്കീൽ എങ്ങനെയാ കോട്ടയത്? ഗോവിന്ദൻകുട്ടിയോട് എനിക്ക് എന്ത് ശത്രുത? അതും ജീവിതത്തിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരാളോട്. പിന്നെന്താ ഞാൻ കേസ് പിൻവലിച്ചാൽ? എടി മണ്ടി, അയാളെ കൊടുക്കാന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. നമുക്ക് വേണ്ടത് പണം. നിന്റെ ബാങ്കിൽ നിന്ന് പണം അടിച്ചു മാറ്റുന്നവരെ അയാളുടെ കാല് നിലത്തുറക്കാൻ പാടില്ല. അയാൾ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കണം. പോലീസ് സ്റ്റേഷൻ, കോടതി, വനിതാ കമ്മീഷൻ, പിന്നെയും പോലീസ് സ്റ്റേഷൻ. ചുരുക്കി പറഞ്ഞാൽ ബാങ്കിനകത്ത് കയറാൻ അയാൾക്ക് സമയമേ കിട്ടില്ല. ഗോവിന്ദൻകുട്ടി ഭയങ്കര ആയുസാണല്ലോ പയ്യന്. ഫോൺ എടുക്ക. ഹലോ. ആ നിരോഷ, ഞാൻ വിളിച്ചതേ എനിക്ക് ഇയാളൊന്ന് നേരിട്ട് കാണണം. വൈ നോട്ട്? നാളെ വൈകിട്ട് എന്റെ വില്ലയിൽ വെച്ച് ഷാർപ്പ് 4 o'clock. ഓക്കെ? ഓക്കെ. താങ്ക് യു. സോ നൗ ദ ബോൾ ഈസ് ഇൻ യുവർ കോർട്ട്. ബി പ്രാക്ടിക്കൽ. ഗോവിന്ദൻകുട്ടിയെ കൊല്ലരുത്. വെറുതെ ഇങ്ങനെ തട്ടിക്കളിച്ചാൽ മതി. ഇലയെ പിടിച്ച പൂച്ചയെ പോലെ. മതി വില്ലി, സമയം എത്രയായി? ആ കാഴ്ചപ്പാട് ഇപ്പൊ ഇങ്ങ് എത്തും. എന്താ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞ? സർപ്രൈസോ? അതൊക്കെ ഉണ്ട്. സ്റ്റോപ്പ് കിഡിങ്. രാവിലെ മുതൽ നീ എന്നിട്ട് കുരങ്ങ് കളിപ്പിക്ക. സോറി ഡിയർ. ടെൻഷനായോ? കണ്ണിറുക്കി അടിച്ചേ. ഇങ്ങനെ ഇനി കണ്ണു തുറന്നോ. കാശ് ഇവിടെ വെക്കുന്ന അപകടം. ഐ വിൽ കീപ് ഇറ്റ് വിത്ത് മീ. പിന്നീട് ഒരു ജോയിന്റ് അക്കൗണ്ട് ഉണ്ടാക്കി അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ? ഓക്കെ. ബൈ. ബൈ വില്ലി. ഓ, യു ആർ ഓൺ ടൈം. എന്താ സർ, അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? കാര്യമുണ്ടോ? എനിക്ക് അകത്തോട്ടിരിക്കാമോ? വൈ നോട്ട്? ഞാൻ ഓടിക്കൊണ്ടേയിരിക്കുകയാണ് നിരോഷ. പോലീസ് സ്റ്റേഷൻ, വനിതാ കമ്മീഷൻ, കോടതി വരാന്ത, വീണ്ടും പോലീസ് സ്റ്റേഷൻ. സർ, ഞാൻ തെറ്റുപറ്റിയിട്ടുണ്ട്. അന്നേരത്തെ ദേഷ്യത്തിന് ഞാൻ എന്തൊക്കെയോ പാടില്ലായിരുന്നു. പിന്നെ തെറ്റ് ചെയ്യാത്ത മനുഷ്യരില്ലല്ലോ. സാർ എന്നെ എന്തോരം വേണമെങ്കിലും വഴക്ക് പറഞ്ഞോ, പക്ഷെ കസ്റ്റമേഴ്സിന്റെ മുന്നിൽ വെച്ച് അതെനിക്ക് സഹിക്കില്ല. അയ്യോ നിരോഷ, നിരോഷ, ഈ കരയല്ലേ? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. കരയില്ല, കരയില്ല.